മൗനം വിധ്വാന ഭൂഷണമായിരുന്നു ഇത്രയും നാൾ നമ്മുടെ സിനിമാ നടന്മാരും ആക്ടിവിസ്റ്റുകളും. ഇന്ന് രഞ്ജിനി ഹരിദാസ് PSC ഉദ്യോഗാർത്ഥികളുടെ സമരത്തിന് ഒരു പിന്തുണ പ്രഖ്യാപിച്ചതിന്റെ പുറകെ ഇപ്പോൾ ടൊവിനോ തോമസും നസ്ലനും എല്ലാം രംഗത്ത് വന്നിരിക്കുകയാണ്. ഇത്രയും നാള് ഇവരാരും PSC ഉദ്യോഗാർത്ഥികളെ കണ്ടിരുന്നില്ല. ഇവര് കണ്ടത് CJP പ്രക്ഷോഭം മാത്രമാണ്. അതും ദില്ലിയിൽ നടക്കുന്ന CJP പ്രക്ഷോഭം മാത്രമാണ് ഇവർ കണ്ടത്. ഇവർ ഇവിടത്തെ മണ്ണ് തിന്നുന്ന സംഭവങ്ങൾ കണ്ടില്ല, റാങ്ക് ലിസ്റ്റിന്റെ കാര്യം കണ്ടില്ല, ബന്ധു നിയമനം കണ്ടില്ല, പിൻവാതിൽ നിയമനം കണ്ടില്ല. ഇവർ ഒന്നും കണ്ടില്ല. ഇവർ ആകെ കണ്ടത് നീറ്റ് എക്സാം സ്കാമും അതിലെ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയും മാത്രമാണ്. വേറെ ഒരു കാര്യവും ഇവർ കണ്ടിട്ടില്ല എന്നതാണ് ഇപ്പോൾ നമ്മൾക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുക, അല്ല കേരള ജനതയ്ക്ക് മനസ്സിലായിരിക്കുന്നത്. കേരളത്തിൽ ഒരു പ്രശ്നം വന്നാൽ അതിനിടപെടാതെ അങ്ങ് ദില്ലിയിലിരിക്കുന്ന പ്രശ്നത്തിന് മാത്രം തുറക്കുന്ന കുറച്ച് സിനിമാ താരങ്ങളും ആക്ടിവിസ്റ്റുകളും ഡയറക്ടേഴ്സും എല്ലാവരും ഇവിടെ രംഗത്തുണ്ട്. അവര് മഹാരാജാസ് കോളേജില് പ്രത്യേക ഒരു സംഘങ്ങൾ രൂപീകരിക്കും, അതുപോലെ ഒരു പരിപാടി രൂപീകരിക്കും, ആ പരിപാടിയിൽ പ്രസംഗിക്കും. പിന്നെ മാത്രമല്ല ആസാദി പാട്ടുപാടി വേടൻ ഉൾപ്പെടെയുള്ള റാപ്പർമാരെല്ലാം പ്രക്ഷോഭം നടത്തും, ജാഥ നടത്തും, ഭരണഘടന കയ്യിലേന്തി ജാഥ നടത്തും. ഇതെല്ലാം ഇവരുടെ ഒരു പരിപാടിയാണ്. പിന്നെ മറ്റു ചിലരുണ്ട്, രഞ്ജിനി ഹരിദാസും ബാക്കിയുള്ള ആക്ടിവിസ്റ്റുകളും എല്ലാം അങ്ങ് ദില്ലിയിൽ പോയിട്ട് അവരുടെ കൂടെ സമരത്തിൽ പങ്കെടുക്കും. ഇതൊക്കെ ആയിരുന്നു ഈ ഇത്രയും ദിവസം നടന്നു വന്നത്. അതായത് CJP പാർട്ടിയുടെ സമരം അവസാനിപ്പിച്ച സമരത്തിൽ ഏകദേശം വിജയം നേടിയെന്ന് ഉറപ്പായി കഴിഞ്ഞപ്പോൾ സമര പന്തലിൽ പൊളിച്ചു കഴിഞ്ഞ ശേഷമാണ് ഇവിടെ കുറച്ചു പേരൊക്കെ ലാൻഡ് ചെയ്തത്. അതേപോലെ ലാൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അതിൽ ഒരു വ്യക്തി മാത്രം മുന്നിലേക്ക് വന്നപ്പോൾ ഇനി ഞങ്ങളൊക്കെ ബാക്കിയുള്ളവർ പറയാതിരുന്ന വലിയ മോശമല്ലേ എന്ന് ഓർത്തിട്ട് മാത്രമാണ് ഇപ്പോൾ ടൊവിനോ തോമസും നസ്ലിൻ മെല്ലാം തുറക്കുന്നത്. ഇത്രയും നേരം അല്ലെങ്കിൽ ഇത്രയും നാള് മണ്ണ് നിന്ന് പ്രതിഷേധം നടത്തിയപ്പോഴും യുവമോർച്ച, കേരളത്തിലെ യുവമോർച്ച മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിന് മുമ്പിൽ മാർച്ച് നടത്തിയപ്പോഴും ജലപീരങ്കി ഉപയോഗിച്ചപ്പോഴൊന്നും, ഇവിടെ ഇത്രയും സമരങ്ങൾ കോലാഹലം നടന്നപ്പോൾ ഒന്നും ഇവർക്ക് പ്രതികരിക്കാനേ കഴിഞ്ഞിരുന്നില്ല. മറ്റൊരു വിരോധാഭാസം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ജന്തർ മന്ദിറിൽ പ്രക്ഷോഭം നടക്കുന്നതിന്റെ ആ ദിവസം, പാർലമെന്റിൽ വർഷകാല സമ്മേളനം ആരംഭിക്കുന്ന ദിവസം ആണ് ഏറെക്കുറെ ജന്തർ മന്ദിറിലും പ്രക്ഷോഭങ്ങൾ തുടങ്ങിയത്. വളരെ സമാധാനപരമായിട്ട് നടന്നുകൊണ്ടിരുന്ന ഒരു സമരത്തെ പെട്ടെന്നാണ് അക്രമാസക്തമായത്. ഈ അക്രമാസക്തമായി കഴിഞ്ഞപ്പോൾ അന്നത്തെ പാർലമെന്റ് കഴിഞ്ഞ് നമ്മുടെ രാഹുൽ ഗാന്ധി, പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ഒരു പരിപാടി ഒപ്പിച്ചു. എന്താണെന്നോ, ഇവിടുത്തെ MP മാരെ, അതായത് കേരളത്തിലെ മുഖ്യമന്ത്രിയായ VD സതീശിനെ പെട്ടെന്ന് അങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞ കാര്യം ഇങ്ങനെയാട്ടോ പറഞ്ഞത്. അതായത് നമ്മളുടെ ഗാർഗയുടെ പിറന്നാളാണ്, അപ്പോൾ പിറന്നാളായിരുന്നു, അപ്പൊ അതൊന്ന് ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ്, ചെറിയൊരു പരിപാടിയുടെ വേഗം വരണം എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ പെട്ടെന്ന് എടുത്തു പിടിച്ച് ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് അങ്ങോട്ട് എത്തിക്കഴിഞ്ഞപ്പോൾ ഇത് അയ്യേ പറ്റിച്ചെന്ന് പറഞ്ഞിട്ടുള്ള ഒരു മറുപടിയാണ് പറഞ്ഞത്. നമ്മള് ഗാർഗയുടെ പിറന്നാളല്ല ഇപ്പോൾ ആഘോഷിക്കുന്നത്, നമ്മള് പ്രധാനമന്ത്രിയുടെ വസതിയിൽ മുന്നിൽ പോയിരുന്ന് നമ്മൾ കുത്തിയിരുന്ന് സത്യാഗ്രഹം നടത്താൻ പോവുകയാണ്. നീറ്റ് എക്സാമില് സ്കാമുമായി ബന്ധപ്പെട്ട് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയുമായി ബന്ധപ്പെട്ട്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാജിയുമായി ബന്ധപ്പെട്ട് നമ്മൾ സമരം തുടങ്ങാൻ പോവുകയാണെന്നാണ് അറിയുന്നത്. പാവം ഇവിടുന്ന് ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് അവിടെ പോയ നമ്മുടെ മുഖ്യമന്ത്രി, മുഖ്യമന്ത്രിയായ VD സതീശന്റെ മുഖഭാവം കാണണമായിരുന്നു. തീരെ താല്പര്യമില്ലാത്ത മട്ടിലാണ് അദ്ദേഹം അവിടെ ഇരുന്നത്. KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ അവിടെ ഇരുന്നു. പക്ഷെ ആ ഒരു പോയ സമരത്തിൽ ഇപ്പോൾ അവർ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ നോക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അല്ലെങ്കിലും അങ്ങനെ അത്രയും നാള് പിള്ളേരുടെ സമരമായിരുന്നു. പെട്ടെന്നാണ് ഇവർ കയറി വന്നിട്ട് ഇവരുടേതാക്കാൻ നോക്കിയത്. പക്ഷേ അഭിജിത്ത് ദീപ്കയ്ക്ക് അവസാന ഘട്ടത്തിലാണ് ഒരു കാര്യം മനസ്സിലായത്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് വലിയൊരു പ്രക്ഷോഭമാകും. കാരണം ഞങ്ങളുടെ കൂടെ ഉള്ളവരല്ല, ഞങ്ങളുടെ സമരപ്പന്തലിൽ ഇരിക്കുന്നവരല്ല ഈ അക്രമാസക്തമാകുന്ന, അവിടെ തല്ലിപ്പൊളിച്ചതും അവിടെ അന്തരീക്ഷം സൃഷ്ടിച്ചതൊന്നും ഞങ്ങളുടെ ആളുകളല്ല, അതൊക്കെ പുറമേ നിന്ന് വന്ന ആളുകളാണെന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന്റെ മറുവശത്ത് അഭിജിത്ത് ദീപ്കെ പറയുന്ന മറ്റൊരു കാര്യമാണ്, അതായത് വിദ്യാർത്ഥികൾക്കെതിരെയുള്ള കേസ് പിൻവലിക്കണം എന്ന്. നിങ്ങളുടെ കൂടെ വന്ന ആരും തന്നെ അക്രമാസക്തമായിട്ടുള്ള സ്വഭാവമുള്ളവരല്ല, അതുപോലെ തല്ലിപ്പൊളിക്കുന്നതിലൊന്നും പങ്കില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് വിദ്യാർത്ഥികൾക്കെതിരെയുള്ള ആ ഒരു കേസിനെ പിൻവലിക്കണമെന്ന് ഇത്രമേൽ വാദിക്കുന്നത്, ഇത്രമേൽ അപേക്ഷിക്കുന്നതെന്നാണ് നമുക്ക് അറിയാനുള്ളത്. എന്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ അഭിജിത്ത് ദീപ്കെ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. പഞ്ചാബിലും, അതായത് ആം ആദ്മി പാർട്ടിയാണ് പഞ്ചാബ് ഭരിക്കുന്നത്, അവിടുത്തെ പേപ്പർ ലീക്ക് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഞങ്ങൾ കൂടുതൽ അങ്ങോട്ടേക്കാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്നത്. അപ്പോഴും അഭിജിത്ത് ദീപ്കെ കേരളത്തിലെ പറ്റി ചിന്തിച്ചിട്ടില്ല, മിണ്ടിയിട്ടില്ല. ഇനി ഇവിടെ നിന്ന് പോയവരാരും ഇത് അറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. രഞ്ജിനി ഹരിദാസിന്റെ ഇന്നത്തെ ഒരു കുറിപ്പുണ്ടായിരുന്നു, ഞാനിത് അറിഞ്ഞിരുന്നില്ല, ഇനി എനിക്ക് പ്രതികരിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ PSCനെ പറ്റി ഇങ്ങനെ ഈ ഒരു പ്രശ്നത്തെ പറ്റി അറിയുന്ന ആരെങ്കിലും എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അതിനനുസരിച്ച് ഞാൻ സംസാരിക്കുന്നതാണ്. എന്റെ ശബ്ദം അവർക്ക് വേണ്ടി ഞാൻ സംസാരിക്കാൻ തയ്യാറുമാണ്, ഞാൻ സമരപ്പന്തലിൽ പോകാൻ തയ്യാറാണെന്നാണ് ഇന്ന് രാവിലെ രഞ്ജിനി ഹരിദാസ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ബാക്കിയുള്ള താരങ്ങളും മുൻപന്തിയിലേക്ക് പതുക്കെ വരാൻ തുടങ്ങിയത്. എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ ഇത്രയും നാൾ അവഗണിച്ച് നടന്ന
UPSC ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് സമരം ചെയ്യാനായിട്ടും അവർക്ക് വേണ്ടി ഒന്ന് സംസാരിക്കാനെങ്കിലും നിങ്ങൾ തയ്യാറായല്ലോ. നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്താണ് എന്ന് ഈ കേരള ജനതയ്ക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. ഈ PSC ഉദ്യോഗാർത്ഥികൾ അവിടെ സമരപ്പന്തലിരിക്കുന്ന ഒരുപാട് പേര് ചിലപ്പോൾ നിങ്ങളുടെ ആരാധകരായിരിക്കും. ആ ആരാധകരുടെയൊക്കെ ഇഷ്ടം ഇനി നിങ്ങൾക്ക് ലഭിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇനി നിങ്ങൾക്ക് അതേ ജനസ്വീകാര്യത കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? കാരണം കേരളത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ ദില്ലിയിലെ പ്രശ്നം പരിഹരിക്കാൻ പോയ നിങ്ങൾ, അതും എടുത്ത ടാഗ്ലൈൻ ഇതാണ്, യുവജനതയുടെ ഭാവി തുലയ്ക്കരുതെന്നാണ്. ടൊവിനോ പറഞ്ഞത് എന്താ? സമാധാനപരമായിട്ടുള്ള സമരത്തെ അക്രമാസക്തമായിട്ട് ചിത്രീകരിക്കുന്നതാണ് ടൊവിനോ തോമസ് പറഞ്ഞത്. അക്രമാസക്തമായി ചിത്രീകരിച്ചത് ആരാ എന്ന് നമ്മൾ നേരത്തെ വീഡിയോസിലൊക്കെ കണ്ടതാണ്. സമരപ്പന്തലിൽ നിൽക്കുന്ന പോലീസുകാർക്ക് നേരെ പെപ്പർ സ്പ്രേ ഉപയോഗിച്ച് അക്രമാന്തരീക്ഷം സ്റ്റാർട്ട് ചെയ്ത സ്റ്റുഡൻസ് ആണ്. നമ്മൾ കണ്ട വീഡിയോസ് ആണ് ഇതെല്ലാം. അതുപോലെ തന്നെ അക്രമാസക്തമല്ലാത്ത യുവാക്കളും യുവതികൾക്കിടയിൽ എന്തിനാണ് വാളേന്തി നടക്കുന്നത്? ഇതെല്ലാം വളരെ കുറ്റകരമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ പറഞ്ഞു വരുമ്പോൾ പോലീസുകാരാണ് എല്ലാ കുറ്റവും ചെയ്തതെന്നാണ് പറയുന്നത്. അതായത് യുവതികളും യുവാക്കന്മാരും ഈ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത ഒരാളും ഒരു ഉപദ്രവവും ചെയ്തിട്ടില്ലാത്ത മട്ടിലാണ് അഭിജിത് കെയുടെ സംഭാഷണം. എന്ന് തന്നെയാണെങ്കിലും ഇനി നമുക്ക് CJP-യിലേക്ക് പോകേണ്ട ആവശ്യമില്ല. കാരണം CJP-യിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ നമ്മുടെ കേരളത്തിലെ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റ് മുന്നിൽ സമരം ചെയ്യുന്ന, നീതിക്ക് വേണ്ടി പോരാടുന്ന നമ്മുടെ റാങ്ക് ലിസ്റ്റ് ഉദ്യോഗാർത്ഥികൾ, നിയമനം കിട്ടാത്ത ഉദ്യോഗാർത്ഥികൾ, അവരെ നിയമനം തടഞ്ഞത് 10 വർഷമായി കേരളം ഭരിച്ചു മുടിച്ച പിണറായി വിജയൻ സർക്കാരാണെന്ന് യാതൊരു സംശയവുമില്ല. പിണറായി വിജയൻ സർക്കാരിന്റെ ആളുകൾക്ക് ബന്ധു നിയമനവും പിൻവാതിൽ നിയമനവും കൊടുത്ത് അർഹതപ്പെട്ടവരെ പുറത്തു നിർത്തി മണ്ണ് തിന്നിപ്പിച്ച ഈ സർക്കാരിനെതിരെയാണ് ഇനി ഇവരെല്ലാം പോരാടേണ്ടത്. അതുകൊണ്ട് തന്നെ ടൊവിനോ തോമസും നസ്ലിനും അതുപോലെ ആഷിഖ് അബുവും ജോജു ജോർജും അവിടെ സമരം ചെയ്ത് ആസാദി പാട്ടും പാടി ഭരണഘടന കയ്യിലേന്തി റോഡാന്തരം നടന്ന് പാട്ട് പാടി സമരം ചെയ്ത വേടൻ ഉൾപ്പെടെയുള്ളവർ ഇനി PSC ഉദ്യോഗാർത്ഥികളോട് സംസാരിക്കാൻ തയ്യാറാകട്ടെ. ഓരോരുത്തർ മാളത്തിൽ നിന്ന് പൊന്തി വരട്ടെ എന്ന് മാത്രം നമുക്ക് ആഗ്രഹിക്കാം.